മനുഷ്യക്ക് ഇത് എന്താണ് മനുഷ്യ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ അങ്ങോട്ട് നടക്ക്. എനിക്ക് താല്പര്യം. നീ കഴിഞ്ഞ ആഴ്ച പോലെ തുടങ്ങിയാണ് ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. ഞാൻ എന്തിനാ വന്നത്? പെണ്ണുങ്ങളെ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പറ്റില്ല വന്നത്, ആണുങ്ങൾ എന്തിനാ വരുന്നത് ഇവിടെ? ഞാനിത് എവിടം കൊണ്ടാ കേൾക്കണം? ബ്യൂട്ടീഷ്യൻ അല്ല മനുഷ്യ, മോട്ടിവേഷൻ ക്ലാസ്. മോട്ടിവേഷൻ എന്നിട്ട് ഇത് നിങ്ങളെപ്പോലുള്ള ആണുങ്ങളെ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിട്ട് തന്നെയാണ് വരാൻ പറയണത്. നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ? അല്ല, അവിടെ എന്താ സംഭവം എന്ന് പറയാം, എന്നിട്ട് വരാം. എന്താ സംഭവം? ഇതുപോലെ കുടുംബത്തെ സൗകര്യം തരാത്ത ആണുങ്ങൾ ഈ ക്ലാസ് കേൾക്കണം. എന്നിട്ട് ഞങ്ങളെ പെണ്ണുങ്ങളുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം. അതിന് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വനിതാ വിങ് ഏർപ്പെടുത്തിയ ഒരു ക്ലാസ് ആണിത്. അത് നിങ്ങൾ ആണുങ്ങൾ കേട്ടേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും. ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ നന്നാവും പറഞ്ഞിട്ടാണ് നിന്റെ വിചാരം. പിന്നല്ലാണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വന്നേക്കാം. പക്ഷെ നിന്റെ ഭർത്താവാണെന്നൊന്നും ഞാൻ അവിടെ ചെന്ന് പറയാൻ നിൽക്കരുത്. എന്താ പറഞ്ഞാലെന്താ? അല്ലെ എനിക്കത് പറ്റൂല. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് നാണക്കേടാണല്ലേ? എന്റെ ഭർത്താവാണ്, എന്റെ 2 പിള്ളേരുടെ അച്ഛനാണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണക്കേട്. ഇതുപോലത്തെ കുടുംബത്തെ അലമ്പ് മാറ്റാനാണ് അങ്ങേര് സ്പീക്കറായിട്ട് ഇവിടെ വരുന്നത്. ആരാണത്? ആരാണെന്നാ? ഈ കേരളത്തിലെ അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കർ DJ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, കുറച്ച് വൈകി. നമ്മൾ വരുന്ന വഴിക്ക് മൊത്തത്തിൽ പിന്നെ വെള്ളക്കെട്ടായിരുന്നു, പിന്നെ വള്ളിക്കെട്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അത് മാത്രമല്ല പിന്നെ ഇടിയും മിന്നലും കാര്യങ്ങളും മഴയൊക്കെ ആയത് കാരണം വളരെ ലേറ്റ് ആയി പോയി. മഴയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇങ്ങോട്ട് പ്രോഗ്രാം മാറ്റി. ഇവിടെ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഓഡിയൻസ് എല്ലാവരും ഓക്കെ അല്ലേ? 10,000 പേരുണ്ടാവില്ലേ? 5 പേരും കുടുംബം ഉണ്ടാകും. മൈ ഗോഡ്, 5 പേരോ? അതെ. വാട്ട് ഈസ് നോൺസെൻസ് ടോക്ക്? എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് 5 പേര് കുടുംബാംഗങ്ങൾ ഉണ്ടാക്കുന്നത്. 5,000 കുറഞ്ഞ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? വാട്ട് യു മീൻ? ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ട്. എന്ത് ശ്രമിക്കാൻ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ ഭയങ്കര ഓഡിയൻസ് ആയിരിക്കും. മഴയൊക്കെ ആയതുകൊണ്ട്. എന്തു മഴ? അവിടെ നിങ്ങൾ വിചാരിച്ച മാറ്റാവുന്നല്ലേ ഉള്ളൂ. ചെമ്പരത്തി പൂ ആദ്യമായിട്ട് ജീവിതത്തിൽ ചെമ്പരത്തി പൂ ഇടുന്നത്. എന്നാ ചൂടിക്കോ. എവിടെ ചൂടാൻ? തല ചൂടണല്ലേ സാറ്? നമുക്ക് അല്ല, സാറിനെ പോലുള്ള ആൾക്കാരുടെ സ്പീച്ച് കേട്ടിട്ട് വേണം ഞങ്ങളെ പോലുള്ള ലേഡീസ് മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കര ഉയരങ്ങളിലൊക്കെ എത്താനായിട്ട്. നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു 5,000 മേലെ ആൾക്കാർ വേണം, എന്നാൽ മാത്രമേ 2 ലാക്ക് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ എനിക്ക് കിടന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സാറിനെ അഭിമാനിക്കാമല്ലോ സാർ. ഞാൻ മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരാണ് വലിയ ഉയരത്തിലെത്തിയത്. നിങ്ങൾക്ക് എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എന്റെ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് പോലും എനിക്ക് കിട്ടാറില്ല, എന്റെ വീട്ടിൽ പോലും കിട്ടാറില്ല. അങ്ങനെയുള്ള ഞാനാണ് ഇത്ര തിരക്കിൽ നിൽക്കണത്. ഞാൻ വന്നത് എന്താന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ചെയ്യാൻ മേടിച്ചില്ല. 5ന്റെ പൈസ ഞാൻ കൈപ്പറ്റിയിരുന്നെങ്കിൽ വരില്ലായിരുന്നു. ഞാൻ പോസ്റ്റ്പോൺ ചെയ്തു കളഞ്ഞ. അങ്ങനെ പറയല്ലേ സാർ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഉള്ളവരാണ് നടക്ക പോ. മോട്ടിവേഷൻ ക്ലാസ് ആരംഭിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓഡിയൻസ് കുറഞ്ഞ ഒരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? എന്നെ വിളിച്ച് ശരിക്കും നാടൻ കെടുത്തിയത് നിങ്ങളാണ്. നിങ്ങൾ ഒരുപാട് ഓഡിയൻസ് ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇനി ആളുണ്ടായാലും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടാൻ തയ്യാറാണ്. കേൾക്കണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊരു പാഠമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ആരംഭിക്കാമല്ലോ. ക്ലാസ് എന്ന് പറയുമ്പോൾ ദാമ്പത്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ദാമ്പത്യമാണോ സാമ്പത്തികമാണോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് സാമ്പത്തികമാണ്. ഗാന്ധി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതം ശാന്തി. ഗാന്ധിയുമായിട്ട് അച്ഛൻ വരുമ്പോഴാണ് അമ്മയുടെ മുഖം സൂര്യകാന്തി. ഗാന്ധി ഇല്ലാതെ വരുമ്പോഴാണ് അമ്മ ഭ്രാന്തി എന്ന് പറയുന്നത് പോലെ സാമ്പത്തികമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാരണം. സാമ്പത്തികമില്ലെങ്കിൽ ദാമ്പത്യം ഗോവിന്ദ. കേൾക്കുന്നുണ്ടല്ലോ? ഇവിടെ വിവാഹം കഴിച്ചവരുണ്ട്, വിവാഹം കഴിക്കാത്തവരുണ്ട്, വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നവരുണ്ട്, വിവാഹത്തിൽ ജീവിതം പരാജയപ്പെട്ടവരുണ്ട്. ഇല്ലേ? ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലടോ? എന്താണോ പറയാനൊരു മടി? ഉണ്ടായിട്ടുണ്ട്. എന്നെ കാണുമ്പോ അറിയാം. അപ്പൊ നമ്മൾ പറയണത് എന്താണ് ജീവിതം? വാട്ട് ഈസ് ലൈഫ്? തളേ കിടന്ന് ഉറങ്ങാണെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. ഉറങ്ങാനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കിടന്ന് ആലോചിക്കുന്നോ, ഉറങ്ങുന്നോ? എന്താണ് ലൈഫ്? എന്താണ് ലൈഫ്? ജീവിതത്തിൽ ലൈഫ് എന്ന് പറഞ്ഞ എന്താണോ? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ സാറിനെ വിളിച്ചു വരുത്തുക. നമ്മൾ പറഞ്ഞു വരുന്നത് ലൈഫാണ്, ദാമ്പത്യത്തെ കുറിച്ചാണ്. എന്താണ് ജീവിതം? കുടുംബം ഇമ്പമുള്ളതാണ്. കുടുംബം ഇമ്പമുണ്ടാവണം. കുടുംബത്തിൽ ഭൂകമ്പമെല്ലാം നമുക്ക് വേണ്ടത് എന്താണോ? ഇമ്പമാണ്. ഇമ്പമാണ് ഉണ്ടാകേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി മണ്ണിന്റെ മുകളിൽ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന ഒരു പോരാട്ടമാണ് ജീവിതം.
കളിമണ്ണ് പോലെയാണ് നമ്മുടെ ജീവിതം. ഒരു മഹാകവി പറഞ്ഞിട്ടുണ്ട്, കളിമണ്ണ് പോലെയാണ് നമ്മുടെ ജീവിതം. ആ കളിമണ്ണ് കൊണ്ട് നമുക്ക് ചട്ടി ഉണ്ടാക്കാം, നമുക്ക് പട്ടി ഉണ്ടാക്കാം, പൂച്ചട്ടി ഉണ്ടാക്കാം, കറിച്ചട്ടി ഉണ്ടാക്കാം. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ശ്വാസം ഉണ്ടാകും, ഇല്ലേ? ജനിക്കുമ്പോൾ നമുക്ക് ശ്വാസം ഉണ്ടാവും. പേര് പ്രശസ്തി ഉണ്ടാകുമോ? ഇല്ല. മരിക്കുമ്പോൾ നമുക്ക് പേര് പ്രശസ്തി ഉണ്ടാകും, ശ്വാസം ഉണ്ടാകുമോ? ഇല്ല. ഇത് രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസമാണ്, അന്തരമാണ് ലൈഫ്. അതാണ് ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? എന്താ സഹോദരന്റെ പേര്? സുമേഷ്. സാറേ ഇയാളുടെ പേര് സുമേഷ് എന്നല്ല, രമേശ് എന്നാണ്. പിന്നെ എന്തിനാണോ താൻ കള്ളത്തരം പറഞ്ഞത്? സാറ് സഹോദരന്റെ പേരല്ലേ ചോദിച്ചത്? അതെ. എന്റെ സഹോദരന്റെ പേര് സുമേഷ് എന്നാണ്. വീട്ടിലാരാ മൂത്തത്? അച്ഛൻ. അച്ഛന്റെ ഇളയത്? അമ്മ. അമ്മയുടെ ഇളയത്? കുഞ്ഞമ്മ. അതിന്റെ ഇളയത്? പിന്നെ ചേട്ടൻ, പിന്നെ ഞാൻ. നമ്മുടെ ജീവിതത്തില് കരയാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകണം. പക്ഷെ ചിരിക്കാൻ ഒരൊറ്റ കാരണവും പോലും വേണ്ട. ചെറിയൊരു വട്ടുണ്ടായ കല്യാണം കഴിക്കുമ്പോ ഒന്ന് കഴിച്ചാൽ പോരാ, 2 കെട്ടണം. അതെന്തിനാ? ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവളെ കൂടി വഴക്കിടേണ്ടി വരും. 2 ആണെങ്കിൽ അവര് തമ്മിൽ വഴക്കിട്ടോളും, നമുക്ക് കണ്ടുനിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്നവര് അവരാദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? പെണ്ണിന്റെ എന്തായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? നിങ്ങളാണെങ്കിൽ എന്ത് ശ്രദ്ധിക്കും? മണി, അല്ലെ? അതില്ലാത്തവർ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുള്ളൂ, അല്ലേ? ടോട്ടൽ നമ്മൾ മണിയെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അതല്ല, ABCD നോക്കണം. ABCD ആൽഫബറ്റിൽ 26 അക്ഷരങ്ങളിലെ ABCD നമ്മൾ നോക്കണം. A ability, B beauty, C caste, D last one deposit. അത് നമ്മൾ ചിന്തിക്കണം. വിവാഹം കഴിക്കാൻ പോകുന്നവരെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അതാണ്. ഉദാഹരണമായിട്ട് കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടെന്ന് നമ്മൾ പറയും, ഇല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്, പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് നമ്മൾ കണ്ണാടി നോക്കാറില്ലേ? എന്താ നമ്മൾ നോക്കുന്ന കാര്യം? എന്തിനാണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ തന്നെയാണോ പോകുന്നതെന്നറിയാനാ. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? നമ്മൾ തന്നെയാണോ പോകുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. നമ്മൾ എപ്പോഴും പറയേണ്ടത് സ്ത്രീകൾ എപ്പോഴും വീട്ടിൽ ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു ചായക്കടക്കാരന് തലവേദന വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും? ചായക്കടക്കാരന് തലവേദന വന്നാൽ എന്ത് ചെയ്യും? കടയും കൂടി പോകും. നീ പോകും കടയും പൂട്ടി. നിന്നെ കണ്ടാലറിയാം നീ പൂട്ടിപ്പോകും. നിന്നെ കണ്ട് കണി കണ്ടുണർന്നാൽ അവൻ പൂട്ടിപ്പോകും. പക്ഷെ ചായക്കടക്കാരന് തലവേദന വന്നാൽ അവൻ പൂട്ടിപ്പോകില്ല. അവൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് തലവേദനയുടെ ഗുളിക മേടിച്ച് കഴിക്കും. മറിച്ച് മെഡിക്കൽ ഷോപ്പുകാരന് തലവേദന വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് ചിന്തിക്കണം. അവൻ ചായക്കടയിൽ വന്ന് നല്ല ചൂടോടെ ഒരു ചായ അടിക്കും. അവന്റെ തലവേദനയും മാറി, മറ്റവന്റെ തലവേദനയും മാറി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ദാമ്പത്യം, നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. വെറുതെ ജനിച്ച് ജീവിച്ച് കുറെ തിന്നിട്ട് മരിക്കണവരെ ജീവിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ട് കാര്യമില്ല, അല്ലേ? എന്താണ് ശക്തി? സ്ത്രീ ഒരു ശക്തിയാണെന്ന് പൊതുവെ പെണ്ണുങ്ങൾ പറയും, അല്ലേ? ആർക്കാണ് ശക്തി? സ്ത്രീകൾക്ക് ശക്തിയാണ്. അവര് പറയുന്നു അവർക്കാണ് ശക്തി എന്ന്. ആണുങ്ങൾക്ക് ശക്തിയില്ല. സാർ അങ്ങനെ പറയരുത്. സാർ അങ്ങനെ ശക്തി നോക്കണമെങ്കിൽ പുരുഷന്മാർക്കാണ് സഹനശക്തിയുള്ളത്. പുരുഷന്മാർക്ക് സഹനശക്തി, സ്ത്രീകൾക്ക് ശക്തി. സ്ത്രീകൾക്ക് സഹനശക്തി ഇല്ലെന്നാണ് പറയുന്നത്. അല്ല മേഡം, അവൻ പറഞ്ഞു വരുന്നത് എന്റെ ഒരു അനുഭവം ഞാൻ പറയാം സാർ. ഞാൻ ഇവിടുന്ന് ആലപ്പുഴ നിന്ന് തിരുവനന്തപുരത്ത് എങ്ങാണെങ്കിലും പോകും. നിന്നോട് ചോദിച്ചോ ഞാൻ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ കാശുണ്ടെങ്കിൽ നീ പോകുംടാ, നീ പോകും. അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ. പറയും. ഞാൻ ആലപ്പുഴ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിന് പോണായിരുന്നു. എന്റെ 2 സീറ്റ് മുമ്പിലിരുന്ന ഒരു പയ്യൻ, അവൻ ഈ യാത്രയിൽ കാറ്റടിക്കുമല്ലോ സാറേ, ഉറങ്ങിപ്പോയി. ഉറങ്ങി ഒന്നും അറിയാതെ തൊട്ടടുത്തിരുന്ന പെണ്ണിന്റെ തോളത്തൊന്ന് തല ഒന്ന് ചായച്ച് അവിടെ കിടന്ന് ഉറങ്ങി. ഉറങ്ങി. ആ സുന്ദരിയായ പെൺകുട്ടിയുടെ തോളത്ത് കിടന്ന് അവൻ ഉറങ്ങി. നാറി സാറേ, ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയതാണ്. അതിനും വേണ്ടി ആ പെണ്ണുണ്ടാക്കിയ പ്രശ്നം, അടി ഇടി ബഹളം, ബസ്സിലാകെ കലവില. അവസാനം പോലീസ് കേസായി, ചെക്കനകത്തായി. സാറേ വേറൊരു അനുഭവം പറയാം. ഇതേപോലത്തെ അനുഭവം ഞാൻ പറയാം. അല്ല കേട്ടോ സാർ, എന്റെ അനുഭവം കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ആലപ്പുഴക്ക് തന്നെ ഞാൻ ബസ്സിൽ കയറിയപ്പോ എന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു പെണ്ണിരിപ്പുണ്ടായിരുന്നു. ആ പെണ്ണ് ഉറങ്ങിയിട്ട് എന്റെ തോളത്തൊന്ന് തല ചായച്ചു. നിന്റെ തോളത്തിൽ ഞാൻ പിന്നെ ഈ ഷോൾഡർ അനക്കിയിട്ടില്ല സാറേ. ആ പെണ്ണ് ഉണരണ്ടെല്ലാം ഓർത്തിട്ട് അങ്ങനെ തന്നെ കിടത്തി ഉറക്കി. ആലപ്പുഴ ഇറങ്ങണ്ട ഞാൻ ആലുവ കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞ് ഭാരതപ്പുഴ കഴിഞ്ഞ് കണ്ണൂരാണ് ആ പെണ്ണ് ഇറങ്ങിയത്. അതുവരെ ആ പെണ്ണിനെ ഉണർത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ സഹനശക്തി സാറൊന്ന് നോക്കൂ. അപ്പൊ ആർക്കാണ് ശക്തി? ആർക്കാണ് ശക്തിയേക്കാൾ കൂടുതൽ സഹനശക്തി? പുരുഷന്മാർക്ക്. അതെ. നിങ്ങൾ വിവാഹിതനാണോ? മാരീഡ് ആണോ? വിവാഹിതനാണ്. പേരുണ്ടോ? പേര് വന്നിട്ടുണ്ടോ? പേരുണ്ടോ? മനസ്സിലായി സാർ. ഭാര്യ ഉണ്ടോ കൂടെ? ഓള് പേര് കഴിഞ്ഞ് കിടക്കണേ. ചാരി കിടന്ന പെണ്ണാണോ? ഇല്ലില്ല, വേറെ കാര്യം ബിസിനസ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ കുറെ സഹനശക്തിയുടെ ആളുകളാണ്. ആളുകൾ നിസ്സാരക്കാരൊന്നും അല്ല. നമ്മളെല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും രോഗം വന്ന് കെട്ടിപ്പിടിച്ച പണിപാളി, അല്ലേ? മരുന്നിന് മരുന്നാണ്, മന്ത്രത്തിന് മന്ത്രമാണ്, തന്ത്രത്തിന് തന്ത്രമാണ്. എപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് വേണം നിൽക്കണം. കുടുംബം ഇമ്പമുള്ളതാണ്. കുടുംബമെങ്കിലും ആ ഇമ്പം നമുക്ക് അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു, അല്ലേ? ദാമ്പത്യം എപ്പോഴും ഒരു മനോഹരമായ സംഭവമാണ്. സ്നേഹിക്കാനും എപ്പോഴും നമ്മൾ മിടുക്കന്മാരായിരിക്കണം.
ഒരു പെൺകുട്ടിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം? ഒരു പെൺകുട്ടിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം? നമ്മുടെ സ്നേഹം കണ്ട് അവളുടെ കൂട്ടുകാരി വരെ ഇറങ്ങി വന്നവരെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലാവുണ്ടോ? അങ്ങനെ സ്നേഹിക്കണം. അപ്പൊ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ ആരാണ് നല്ലത്? ആണുങ്ങളാണ്. ആ സഹോദരൻ പറയുകയാണ്, ആണുങ്ങളാണ് സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ നൽകുന്നത്. അനുഭവം ഉണ്ടോ? ഉണ്ട് സാറേ. ഉണ്ടെങ്കിൽ പറയടാ. നമ്മൾ 90% ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരുടെ കൂട്ടുകാരെ കണ്ണെടുത്താ കണ്ടു. ഒരുത്തരും ഇഷ്ടമല്ല. പറയുമ്പോ ചിരിക്കൊന്നും മാത്രമേ വീട്ടുകാരനും ഇഷ്ടമല്ല, ഒരു ഇഷ്ടമല്ല. ആ വീട്ടിലേക്ക് ഒരു കൂട്ടുകാരൻ വരുന്നത് ഭാര്യക്ക് ഇഷ്ടമേ അല്ലടോ. അതെ. പക്ഷേ നമ്മളാണുങ്ങള് ആ ഭാര്യമാരുടെ കൂട്ടുകാരികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്നേഹം കൊണ്ട് അവരെ നല്ല രീതിയിൽ നോക്കണില്ലേ? എന്താ കാര്യം? നമ്മുടെ ഉള്ളിൽ അത്ര സ്നേഹമുള്ളത് അല്ല, നമുക്ക് ആണുങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. അതെ, അത് തന്നെ. പെണ്ണുങ്ങൾക്ക് അതറിയില്ല. പോയി കഴിഞ്ഞിട്ട് സാറിന് സ്ത്രീകളെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. സ്ത്രീ എന്ന് പറയുന്നത് സുന്ദരിയാണ്, സുശീലയാണ്, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണ് ഒന്നൊക്കെ നമ്മൾ പറയും. അവരെയാണ് തവറയാണ് ചവറയാണെന്നൊക്കെ പറയാമെങ്കിലും സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വിളക്കാടോ. ആൺപിള്ളേരെല്ലാവരും നല്ലവരാന്നാണ് സാർ? ആണുങ്ങളെല്ലാവരും ടോട്ടൽ നല്ലവരാണെന്നാണ് എന്നെ പോലുള്ളവർ. എന്റെ കാര്യം എനിക്കറിയാം, ബാക്കിയുള്ളവന്മാരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്താണ് സംശയം? അല്ല, ആൺപിള്ളേരെ പോലും ഭൂലോക കോഴികളാണ് ഞാൻ പറയുന്നത്. മോളെ, ഞാൻ ആ ചോദ്യം ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ ദത്തെടുക്കുന്നു, ഞാൻ അതിന്റെ മനസ്സിലേക്ക് സ്വീകരിക്കുകയാണ്. ആണുങ്ങൾ കോഴികളാണ്. കുട്ടി പറയുക, ആണുങ്ങള് കോഴികളാണ്. ബബ്ബ വെക്കാതെ ഒരു കോഴിയും അങ്ങോട്ട് പോകില്ല മോളെ. പോകണോ? ഞാൻ ഇപ്പൊ പോകൂട്ടാ. ഇത്ര നേരം ഞാൻ ഇവിടെ കിടന്ന് വായിട്ട് അലച്ചിട്ടും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇണ്ണ പോലെ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ, വണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരുന്നിരിക്കാതെ എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിക്കൂടത്തി ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ബോറടി മാറ്റാം, നിന്റെയൊക്കെ ഉറക്കം കളയാൻ വേണ്ടി ഞാൻ ഇട്ടത് പറയാം. ഒരു ചെറിയ കഥ, ഒരു ഷോർട്ട് സ്റ്റോറി പറയാം. വല്ലപ്പോഴും ഞാനിത് പറയാറുള്ളൂ. അലാവുദ്ദീനെ കുറിച്ച് അറിയാലോ. അലാവുദ്ദീനും അത്ഭുത വിളക്കും ഭാര്യമാരുടെ മുഖവും ഏതാണ്ട് ഒരുപോലെയാണ്. നമ്മളൊന്ന് തൊട്ടാൽ അതിന്റെ ഉള്ളിലൊന്നും ഭൂതം പുറത്തു വരും. പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞു നമ്മുടെ ഭാവി നശിപ്പിക്കും. അതറിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളുടെ ഭർത്താക്കന്മാരാണല്ലോ പുറകിലിരിക്കുന്നത്, ഇല്ലേ? എല്ലാം കണ്ടും കേട്ടും സഹിച്ചും പുറത്തും മണഗുണാഞ്ചന്മാരെ പോലെ ഇരുന്നാൽ മാത്രം പോരാ. നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടാകണം, ഒരു പ്രതികരണ ശേഷി ഉണ്ടാകണം. നിങ്ങളൊക്കെ ടൂ വീലർ ഓടിക്കുന്നവരാണോ? ടൂ വീലർ ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? ടൂ വീലർ ഓടിക്കുന്നവരല്ലേ? ടൂ വീലർ ഓടിക്കുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെക്കാറുണ്ടോ? ഇടക്കല്ല, എപ്പോഴും നിങ്ങൾ വെക്കണം. അവിടെയാണ് തലച്ചോറ്, സെറിബ്രം, സെറിബലം, മെഡലോ ബ്ലോമറ്റ പോലുള്ള ഓംലെറ്റുകളൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ഭാര്യമാരതിന് നിങ്ങൾ കൊണ്ടുപോകാറുണ്ടോ? ഇടക്കല്ലടോ, എപ്പോഴും കൊണ്ടുപോകണോ? എപ്പോഴും കൊണ്ടുപോകണം. നിങ്ങളൊരു ടൂ വീലർ ഓടിക്കുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെക്കണം. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല ഓടിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ ബാക്ക് സീറ്റിൽ ഇരുത്തി കൊണ്ടുപോകണം. ഇവിടെ ഹെൽമെറ്റും ഭാര്യയും എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടിനെയും തലയിലേക്ക് നടന്നു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അപകടം കൂടാതെ ജീവിക്കാടോ.